ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 1961 ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന ഫാക്ട്സുമാണ്. ആദ്യമായിട്ട് 1961 ബെർലിൻ മതിൽ നിർമ്മാണം ആരംഭിച്ചത്. കറക്റ്റ് ഡേറ്റ് പറയുകയാണെങ്കിൽ 1961 ഓഗസ്റ്റ് 13. ഈസ്റ്റ് ജർമ്മനിയും വെസ്റ്റ് ജർമ്മനിയും വേർതിരിച്ചുകൊണ്ടാണ് 1961 എന്ത് നിർമ്മിക്കുന്നത്? ബെർലിൻ മതിൽ നിർമ്മിക്കുന്നത്. ഈ കോൾഡ് വാറിൻ്റെ സമയത്താണ് ബെർലിൻ മതിൽ നിർമ്മിക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തു വയ്ക്കുക. രണ്ടാമത്തെ പോയിന്റ്, ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് 1961. 1961 സെപ്റ്റംബർ 1 ചേരിചേരാ പ്രസ്ഥാനങ്ങളുടെ ആദ്യ സമ്മേളനം ബെൽഗ്രേഡിൽ വെച്ച് നടക്കുന്നത്. ബെൽഗ്രേഡ് 1961 യൂഗോസ്ലാവിയയിലായിരുന്നു. എന്നാൽ നിലവിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ സെർബിയയിലാണെന്ന് കൂടി ഓർത്തു വയ്ക്കുക. 1961 ബെൽഗ്രേഡ് സമ്മേളനം നടക്കാൻ കാരണമായത് 1955 ബെന്തൂങ് സമ്മേളനമാണ്. ബെന്തൂങ് സമ്മേളനത്തിലാണ് ഈ ചേരിചേരാ പ്രസ്ഥാനങ്ങളുടെ ഒരു സംഘടന രൂപീകരിക്കണം എന്ന് തോന്നിക്കൊണ്ട് ബെൽഗ്രേഡിൽ 1961 സെപ്റ്റംബർ 1 രൂപീകരിക്കുന്ന ആദ്യ സമ്മേളനം നടക്കുന്നത് എന്ന് ഓർത്തു വയ്ക്കാം. ഈ സ്ഥാപക നേതാക്കൾ 1961 സമ്മേളനത്തിൻ്റെ സ്ഥാപക നേതാക്കൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു, അതുപോലെ തന്നെ മാർഷൽ ടിറ്റോ, ഗമാൽ അബ്ദുൽ നാസർ, അതുപോലെ തന്നെ സുകാർണോ, അതുപോലെ തന്നെ ക്വാമിയൻ ക്രുമ. ഇത്രയും പേരായിരുന്നു പ്രധാന നേതാക്കൾ എന്ന് പറയുന്നത്. 1961 ആദ്യ സമ്മേളനത്തിൽ 25 അംഗരാജ്യങ്ങളുണ്ടായിരുന്നു പങ്കെടുക്കാൻ. അടുത്ത് 1961 നടന്നതാണ് ഗോവ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്തത്. 451 വർഷം ഇന്ത്യ ഭരിച്ച പോർച്ചുഗീസുകാർ, ഇന്ത്യയിലെ ഭരണം നടത്തിയിരുന്ന പോർച്ചുഗീസുകാർ ഗോവയിൽ ഭരണം നടത്തിയിരുന്ന പോർച്ചുഗീസുകാരെ പുറത്താക്കിക്കൊണ്ട് 1961 ഡിസംബർ 19 എന്ത് ചെയ്തു? ഗോവയെ മോചിപ്പിച്ചതാണ് ഓപ്പറേഷൻ വിജയ്. അപ്പോൾ ഓർത്തു വയ്ക്കുക, 1961 ഡിസംബർ 19 ഗോവ വിമോചനം നടത്തി വയ്ക്കുക. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികളെന്നറിയപ്പെടുന്ന പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ വന്നെത്തിയത് എവിടെയെന്ന് വെച്ചാൽ കേരളത്തിലാണെന്ന് ഓർത്തു വയ്ക്കുക. കേരളത്തിലെ കാപ്പാട് 1498 മെയ് 20 കൂടി ഈ അവസരത്തിൽ ഓർത്തു വയ്ക്കുക. അടുത്ത നോക്കേണ്ടത് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട്, അതായത് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് സ്ഥാപിതമാകുന്നത്. അത് 1961. വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിൻ്റെ ചിഹ്നം എന്തെന്ന് ചോദിച്ചാൽ എന്താണ്? ഫീമൻ പാണ്ട എന്ന് ഓർത്ത് വയ്ക്കാം. ഫീമൻ പാണ്ട. അടുത്ത് 1961 ആംനസ്റ്റി ഇൻ്റർനാഷണൽ സ്ഥാപിതമാകുന്നത്. മനുഷ്യാവകാശ സംഘടനയാണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ. ആംനസ്റ്റി ഇൻ്റർനാഷണലിന് 1977 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയത് എന്ന് കൂടി ഓർത്തു വയ്ക്കും. മനുഷ്യാവകാശ സംഘടനയാണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ. 1961 ഓണം കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായത് എന്ന് ഓർത്തു വയ്ക്കുക. ചിങ്ങം 1 കേരളത്തിൽ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത്. എന്നാൽ ദേശീയ കർഷക ദിനം എന്ന് വെച്ചാൽ ഡിസംബർ 23 കൂടി ഇതിലൂടെ ഓർക്കുക. അർജുന അവാർഡ് ഏർപ്പെടുത്തിയ വർഷം ചോദിച്ചാൽ 1961. സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് 1961. സ്ത്രീധന നിരോധന നിയമത്തിലെ സെക്ഷൻ 3 ഡൗറി വാങ്ങുന്നതും അതുപോലെ തന്നെ സ്വീകരിക്കുന്നതും ശിക്ഷാർഹമാണ്. വാങ്ങുന്നതും അതിൽ കൊടുക്കുന്നതും ശിക്ഷാർഹമാണ് എന്ന് പറയുന്നത് 5 വർഷം ജയിൽ ശിക്ഷ അല്ലെങ്കിൽ പിഴ രണ്ടും കൂടി ചേർന്നാണ് വരുന്നത്. സെക്ഷൻ 3 സ്ത്രീധന നിരോധനത്തെക്കുറിച്ച് പറയുന്നത് എന്നുകൂടി ഓർത്ത് വയ്ക്കുക. അതായത് വാങ്ങുന്നതും കൊടുക്കുന്നതും ശിക്ഷാർഹമാണ് എന്ന് പറയുന്നത്. അടുത്ത് മനുഷ്യനാദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയത് 1961. യൂറി ഗഗാറിനാണ് ബഹിരാകാശം നടത്തിയതെന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ 1961 യൂറി ഗഗാറിൻ ബഹിരാകാശ യാത്ര നടത്തിയത് എന്നുകൂടി ഓർത്തു വയ്ക്കുക. അടുത്ത കേന്ദ്രീയ വിദ്യാലയങ്ങൾ നിലവിൽ വന്ന വർഷം 1961. കേന്ദ്രീയ വിദ്യാലയങ്ങൾ നിലവിൽ വന്ന വർഷം 1961. അടുത്ത് മലയാളത്തിലെ ആദ്യ കളർ ചിത്രമായ കണ്ടം വെച്ച കോട്ട് റിലീസായത് 1961.
അതിനും കൂടെ കണക്ട് ചെയ്ത് പഠിക്കുക. മലയാളത്തിലെ ആദ്യ ചിത്രം ചോദിച്ചാൽ വിഗതകുമാരനാണ്. സംവിധാനം ചെയ്തത് JC ഡാനിയലാണ്. 1930 വിഗതകുമാരൻ പുറത്തിറങ്ങുന്നത്. അത് നിശബ്ദ ചിത്രമായിരുന്നു എന്ന് ഓർത്ത് വയ്ക്കാം. എന്നാൽ ആദ്യ ശബ്ദ ചിത്രം എന്ന് പറയുന്നത് ബാലൻ 1938 അടുത്ത് നോക്കേണ്ടത് കേരള പോസ്റ്റൽ സർക്കിൾ പ്രവർത്തനം ആരംഭിച്ച വർഷം ചോദിച്ചാൽ 1961. ഒന്നുകൂടി നോക്കുക. 1961 ബെർലിൻ മതിൽ നിർമ്മാണം നടന്നത്. ചേരിചേരാ പ്രസ്ഥാനങ്ങളുടെ ആദ്യ സമ്മേളനം നടന്നത് 1961. ഗോവ ഇന്ത്യൻ യൂണിയനിൽ കൂടിച്ചേർത്ത വർഷം 1961. വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് പ്രവർത്തനം ആരംഭിച്ചത് 1961. ആംനസ്റ്റി ഇൻ്റർനാഷണൽ സ്ഥാപിതമായത് 1961. ഓണം കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായത് 1961. അർജുന അവാർഡ് ഏർപ്പെടുത്തിയ വർഷം 1961. സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1961. മനുഷ്യനാദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയത് 1961. കേന്ദ്രീയ വിദ്യാലയങ്ങൾ നിലവിൽ വന്ന വർഷം 1961. മലയാളത്തിലെ ആദ്യ കളർ ചിത്രമായ കണ്ടം വെച്ചുകൊണ്ട് റിലീസായ വർഷം 1961. കേരള പോസ്റ്റൽ സർക്കിൾ പ്രവർത്തനം ആരംഭിച്ച വർഷം 1961. ജ്ഞാനപീഠ പുരസ്കാരം കൊടുത്തു തുടങ്ങിയ വർഷം 1961. ഓർത്തു വയ്ക്കുക. ഫ്രണ്ട്സിലെല്ലാം ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.